ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയ കഥയാണ് കേട്ടോ. അങ്ങനെ ഈ എല്ലാവരും കൂടെ ഒരുങ്ങി കെട്ടി പോകുന്ന എവിടെയെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കൂടെ വരുന്നത് നന്ദനായതുകൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന് നുണ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഓരോ ടി വിയിലായാലും റീൽസിനെയൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ നുണ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ പോകുന്ന വണ്ടിയിൽ ആ ട്രാഫിക്കിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വാച്ച് കടയുടെ മുമ്പേണ് കേട്ടോ. അവിടെ ചെന്ന് അവിടെ ഇരുന്ന കണ്ണാടിയൊക്കെ എടുത്ത് വയ്ക്കുക, സെൽഫി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അമ്രു ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ കുറേ വാച്ചുകളും ഭയങ്കര വെറൈറ്റിയുള്ള വാച്ചുകളൊക്കെ ആ വഴിയിൽ കണ്ടതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ സ്ട്രീറ്റ് ഫുഡ്, നമ്മളെ സ്ട്രീറ്റ് ഫുഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഏരിയ തുടങ്ങുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയതെന്ന് വെച്ചാൽ ഒരു റോള് വാങ്ങിയിട്ടാണ് കേട്ടോ. ഒരു ചിക്കൻ റോള് വാങ്ങി. പിന്നെ അവിടെ വഴിയിലൊക്കെ ഫുള്ള് കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. എൻ്റെ നന്ദനയുടെയും കയ്യിൽ ഓരോ കൊച്ചുങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കളിപ്പാട്ടം വിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പിറകെ നിന്നിട്ട് കൊച്ചുങ്ങളെ ഷൂഷൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ, നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഭാഗ്യം പോലെ കുറച്ച് ദൂരം അമ്പ്രോ ഉറങ്ങിയോണ്ടൊന്നും കണ്ടില്ല. എല്ലായിരുന്നെങ്കിൽ എല്ലാം വാങ്ങി ഞാൻ തന്നെ ചുമക്കേണ്ടി വന്നതായിരുന്നു. അപ്പം ഈ ഏരിയയിൽ എന്ന് വെച്ചാൽ ശിവാജി മാർക്കറ്റിൻ്റെ ഒരു സൈഡാണ് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫുള്ള് സ്ട്രീറ്റ് ഫുഡുകളാണ് കേട്ടോ. പല തരത്തിലുള്ള പല ഐറ്റങ്ങൾ, പല വെറൈറ്റികൾ. പിന്നെ അന്ന് ഒത്തിരി മഴയുള്ള ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പം മഴയത്ത് നമ്മൾ നടന്നിട്ട് വേണം. അപ്പം നോക്കിയപ്പോൾ ഒരു പൂച്ച മതിയടി പോകുന്നു കേസ്, നിങ്ങൾ കാണുന്നുണ്ടോ അത്? അങ്ങനെ പോയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ബട്ട് അവിടത്തേക്ക് പ്രൈസും എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൈസും കുറവാണ് കേട്ടോ. അതായത് ഒരു പ്ലേറ്റ്, ചെറിയ പ്ലേറ്റ് നമുക്ക് ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 രൂപയ്ക്ക് വിലയുള്ളൂ കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് മൊത്തം തന്നെ ഹോട്ടലുകളാണ്, കൂടുതലും മുസ്ലിംസിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. ജാതി പറയുന്നതല്ല ഗെയ്സ്. അങ്ങനെ എല്ലാവരും സ്ട്രീറ്റ് ഫുഡൊക്കെ വാങ്ങി പോവുകയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളവിടെ ചെന്നിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബട്ട് നല്ലൊരു ഈവനിങ്ങിൽ നമ്മൾ പുറത്ത് പോയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഏരിയ ഉണ്ടെങ്കിൽ പോയാൽ മതി. ചില ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോലും തോന്നത്തില്ല കേട്ടോ. അങ്ങനെ ഇത്തിരി ലോങ് വീഡിയോ ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇത് മാക്സിമം ഞാൻ കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ലോങ് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഒരു അരമണിക്കൂർ വീഡിയോ ഒക്കെ ഉണ്ട്. അരമണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാനുള്ളൊരു ബുദ്ധിമുട്ടും ഞാൻ തന്നെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ മന്തി ഹൗസ് ഉണ്ടായിരുന്നു കേട്ടോ. മന്തി ഹൗസിലാണെങ്കിൽ നമ്മളവിടെ കയറിയില്ല. ബട്ട് ഷോപ്പിൽ പോയി കഴിക്കാനാണെങ്കിൽ പിന്നെ ഷോപ്പിൽ പോയി കഴിക്കാൻ എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. സ്ട്രീറ്റ് ഫുഡ് തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്ട്രീറ്റിൽ പോയത് കേട്ടോ. പിന്നെ അവിടെ മൊത്തം വണ്ടികളൊക്കെ വെച്ചിട്ട് നടക്കാനും മഴച്ചാറലും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പുതിയ സംഭവം വരുന്നുണ്ട് കേട്ടോ. വി ലവ് ശിവാജി നഗർ എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് ഇംഗ്ലീഷിലും അപ്പുറത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലൊരു ഇത് കന്നഡയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വഴിയിൽ വെച്ചിട്ടൊരു ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചിയെന്ന് വിളിക്കാം. ട്രാൻസ്ജെൻഡർ ആണ്, എന്നാലും നല്ല സ്നേഹമാണ് കേട്ടോ. ചില ആൾക്കാർക്ക് നമ്മുടെ അടുത്തേക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരെയും നമ്മൾ മനുഷ്യരായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഇന്ന ജാതി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു കടയിൽ കയറിയിട്ട് നോക്കിയപ്പോൾ പോത്തും കാല് ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ മലയാളത്തിൽ പറഞ്ഞതിന് കാരണമുണ്ട് ഗൈസ്. ചില എൻ്റെ കൂട്ടുകാരൊന്നും ഈ സാധനം കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു അവർക്ക് എന്തോ ഇതോ എന്നൊരു ചിന്ത വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേര് പറയാത്തത്. അപ്പോൾ അതിൻ്റെ കാലും പിന്നെ പല വെറൈറ്റിയാണ് കേട്ടോ ഫുഡുകളൊക്കെ വെച്ചേക്കുന്നത്. ഇതെല്ലാം കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഫുഡ് കാണുമ്പോഴത്തേക്കും വയറ് പെട്ടെന്നങ്ങ് വയറ് അയ്യോ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, എൻ്റെ വയറ് നിറഞ്ഞല്ലോ എന്നൊക്കെയുള്ള ഫീലിങ്സ് വരും. അതുകൊണ്ട് ഒരുപാട് സാധനമൊന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ സ്ട്രീറ്റ് ഫുഡെന്നും പറഞ്ഞ് പോയിട്ട് നമ്മളെല്ലാം കൂടെ വാരി കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇളവി കിടക്കുവാണെങ്കിൽ നമ്മൾ തന്നെ സഹിക്കണ്ടേ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ പ്ലേറ്റ് വാങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചുങ്ങളും കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ മാർക്കറ്റ് ഇപ്പുറത്തെ സൈഡാണ്, ശിവാജി നഗറിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് മാർക്കറ്റ് കേട്ടോ. അങ്ങനെ ആ മാർക്കറ്റിൽ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്കും തന്നെ 10 മണി, ഏകദേശം ഒരു 4 മണി 5 മണി ആയപ്പോഴത്തേക്കാണ് നമ്മൾ പോയത്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഇതൊക്കെ കണ്ടോ ഗൈസ്, എന്ത് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഡിഷസും പിന്നെ പ്രോൺസിൻ്റെ ഐറ്റംസും. അത് പച്ച, മഞ്ഞ, നീല എല്ലാ കളറിനും നമുക്ക് കിട്ടും. എല്ലാം വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാനും ഓരോന്ന് ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, പല പല വെറൈറ്റി ടേസ്റ്റുകൾ. പിന്നെ വേറൊരു കോർണറിൽ തന്നെ ഇതുണ്ടല്ലോ, സ്വീറ്റ്സ് കണ്ടോ. ഈ വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ തിന്നാൽ മധുരം തിന്ന് കിലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. അതിൻ്റെ 1-2 സാധനങ്ങൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റും ചെയ്യണം, വീഡിയോയും പിടിക്കണം, എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യണതിൻ്റെ ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ നാടൻ ഫ്രൂട്ട്സ് കുറച്ച് അവിടെ കൊണ്ട് വിൽക്കുന്നുണ്ടായിരുന്നു. 80 രൂപയും കണ്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ സെൻറ്റിൻ്റെ കട,
അങ്ങനെ ആ സെൻറ്റിൻ്റെ കടയിൽ നമ്മൾ കയറിയില്ല, അതൊക്കെ ഒരുപാട് താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത തവണ പോകുമ്പോൾ സെൻറ്റിൻ്റെ കടയിലൊക്കെ പോയിട്ട് ഓരോ മണങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നടക്കോ ഇല്ലെന്ന് കണ്ടറിയണം. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എവിടെ പോയാലും കമ്മലുകളൊക്കെ എനിക്കൊന്ന് കാണിക്കും, ഇതിൽ കണ്ടോ ഏതെടുത്താലും 10 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നീ ഏത് കമ്മലൊക്കെ എടുക്കാൻ പോയാലും എനിക്ക് സൂം ചെയ്ത് കാണിച്ചു തരണമെന്ന്. അപ്പം ആ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് സൂം ചെയ്ത് കാണിക്കുന്നു. ആ കൂട്ടുകാരി ഈ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കണ്ടോ വെറൈറ്റീസ് ഓഫ് കമ്മൽസ് ആണ് കേട്ടോ. ഇതിൽ 80 രൂപ തൊട്ട് തുടങ്ങുന്നതുണ്ട്. പിന്നെ ചെറിയ താഴെ കിടക്കുന്ന ജിമിക്കൊക്കെ 50 രൂപയേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ആ ക്ലിപ്പുകൾ കണ്ടോ, ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ് എന്ന് തോന്നുന്നു ഗൈസ്, ഈ ഫ്ലവറിൻ്റെ ക്ലിപ്പ്. ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തൊപ്പിയും വാങ്ങി. തൊപ്പിയും വെച്ച് നമ്മൾ തിരിച്ചു വന്നു ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ.